ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു മോർണിംഗ് വ്ളോഗ് ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കാരണം ഇന്ന് വലിയ കലാപരിപാടികളൊന്നും കിച്ചണിൽ ചെയ്യാൻ പോണില്ല. അങ്ങനെയാണ് ഒരു പ്ലാൻ ഇട്ടേക്കുന്നത്. അത് കാരണം കുറച്ച് സമയം കിട്ടും എന്ന് വിശ്വസിച്ച് ഞാൻ ചെയ്യുകയാണ്. പതിവ് പോലെ തന്നെ രാവിലെ എണീറ്റു, കുളിച്ചു, വിളക്കൊക്കെ കത്തിച്ചു, കുറച്ച് നേരം സ്വാമി തൊഴുതിട്ട് പിന്നെ എനിക്കും പിള്ളേർക്കൊക്കെ ഉള്ള ചായകളൊക്കെ ഒന്ന് റെഡിയാക്കി. പിന്നെ മോട്ടറിട്ടു. ഡയറക്റ്റ് കണക്ഷൻ വെള്ളത്തിന് വേണ്ടി, അതായത് കിണറിൽ നിന്ന് ഡയറക്റ്റായിട്ട് വെള്ളം കിട്ടില്ലേ മോട്ടറിടുമ്പോൾ, അത് നമുക്ക് അകത്തല്ല പുറത്താണ് ഇരിക്കുന്നത് കേട്ടോ. കിച്ചനുള്ളിൽ അതിൻ്റെ പൈപ്പിൻ്റെ കണക്ഷൻ കൊടുക്കാൻ പറയാൻ നമ്മളും വിട്ടുപോയി, പ്ലംബറിട്ട് ചോദിച്ചതുമില്ല. പിന്നെ ഫൈനൽ സ്റ്റേജിലാണ് കിച്ചനെ പുറത്തായിട്ട് വെച്ചു. അത് വലിയ പ്രയാസമൊന്നുമല്ല, ഇത്ര തന്നെയാണ്. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഞാൻ രാവിലെ പിള്ളേർക്കുള്ള ഹെൽത്ത് മീൽസ് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് വളരെ സിമ്പിളായിട്ട് ബ്രേക്ക്ഫാസ്റ്റും വിഷ്ണുമായുടെ ലഞ്ചും ഒക്കെ ഒന്ന് കൊടുക്കാമെന്ന് വെച്ചു. അവർക്ക് ഒത്തിരി നാളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഭൂരി വേണമെന്ന്. അപ്പോൾ ലഞ്ചിനും ബ്രേക്ക്ഫാസ്റ്റിനും ഒക്കെ ഭൂരി തന്നെയാണ്. കംപ്ലീറ്റ് കവർ ചെയ്ത് കാണിച്ചു. ശരി, തല വേറെ വാങ്ങി ഇറങ്ങി പകൽ ബാ. എനിക്ക് കുറച്ച് വെള്ളം കൊടുക്കുന്നുണ്ട്. വെള്ളം ബാ 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 കേട്ടോ. ഇങ്ങോട്ടോ സമയമായി എനിക്ക്. ബാ കുറച്ച് കിടന്നോ. നില്ല. ശരി. കുറച്ച് വെള്ളം വയ്ക്കണേ. ശരി, എൻ്റെ അടുക്കള ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വരാം കളിക്കാൻ. നല്ലേ, ശരിയടാ. വിഷ്ണു പല്ലേച്ചാ വേഗം വെള്ളം എടുത്ത് കുടിക്കേ. ഇവിടെ രാവിലെ നല്ല ജോലി വരുന്നുണ്ട്. കുറച്ച് ഇങ്ങോട്ട് നോക്കിയാൽ ഇങ്ങനെ കേട്ടോ. ശരിക്കും നല്ല വെയിൽ കണ്ണിലടിക്കും, നിൽക്കാൻ പറ്റില്ല. അങ്ങപ്പോൾ അവിടെ നമ്മുടെ നെയ്ബേഴ്സ് അവരുടെ കുറേ മരങ്ങളൊക്കെ വെട്ടി വരും. മഹാഗണി നിന്നിരുന്നു, അപ്പോൾ അതൊക്കെ അവര് വിറ്റു. അപ്പോൾ ഇവിടെ ഒരു 9 മണി കഴിഞ്ഞാലേ പുറത്തിറങ്ങാൻ കുറച്ച് പ്രയാസമാണ്. ഇത് ചെടികളൊക്കെ വളരും നന്നായിട്ട്. നമ്മളെ വീട്ടിലെ ഭൂരി എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷെ ഞാൻ അങ്ങനെ മാസത്തിൽ കൂടിപ്പോയ ഒരിക്കൽ വെക്കുക, അല്ലെങ്കിൽ 2 മാസത്തിലൊരിക്കൽ അങ്ങനെയൊക്കെയാണ് ഞാൻ ഭൂരി ചെയ്യാറുള്ളത്. എണ്ണ പലഹാരങ്ങളല്ലേ. പക്ഷേ ഇവിടെ ഇവർക്കൊക്കെ നല്ല ഇഷ്ടമാണ്. ഭൂരി വയ്ക്കുമ്പോൾ കണക്കൊന്നും കാണില്ല, ഞാൻ കഴിച്ചുകൊണ്ടിരിക്കും. ദോശയൊക്കെ ആണെങ്കിൽ 3 എണ്ണം പിള്ളേരൊക്കെ, മോള് അത് കഴിക്കില്ല, മോനൊക്കെ അതിനപ്പുറം ഒന്നും കഴിക്കില്ല. പക്ഷെ ഭൂരിയൊക്കെ ആകുമ്പോൾ കണക്കില്ല. അത് എല്ലാവരും ഇങ്ങനെ ആയിരിക്കും തോന്നുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പലഹാരങ്ങളല്ലേ ഭൂരിയൊക്കെ. ഇത് നമ്മളിവിടെ മൈദയല്ല, ഗോതമ്പാണ്. ഗോതമ്പായാലും ഇപ്പോൾ ഓരോരുത്തരും ഡോക്ടേഴ്സൊക്കെ പറഞ്ഞേക്കുമ്പോൾ
ഗ്ലൂട്ടൻ ഉണ്ട്, അങ്ങനെ ഉണ്ട്, ഇങ്ങനെ ഉണ്ടെന്നൊക്കെ പറയാനാക്കുമ്പോൾ അങ്ങനെയൊക്കെ ഒന്നും കഴിക്കാൻ പറ്റില്ല. ഇന്ന് വെറും പൂരി മാത്രം ആയത് കാരണമാണ് ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. അല്ലെങ്കിൽ എനിക്ക് രാവിലെ ഒന്നും വീഡിയോ എടുക്കുന്ന ആരും പ്രയാസമാണ്. പൊട്ടറ്റോ വിസിൽ വന്നു. ഇനി ഒരു വിസിൽ കൂടെ വന്നു അത് നന്നായിട്ട് വെന്ത് കിട്ടും. ഞാൻ എന്ത് പറഞ്ഞു വന്നു? രാവിലെ സാറ്റർഡേ സൺഡേ ആണെങ്കിൽ കുറച്ച് മോക്ക് ക്ലാസ് ഇല്ല, കുറച്ച് ഒക്കെ എടുക്കാം. പക്ഷേ മറ്റു ദിവസങ്ങളിലൊക്കെ നോട്ട് പോസിബിൾ. പിന്നെ എൻ്റെ കയ്യിൽ ഒരു വീഡിയോസ് ഇപ്പോൾ ഇല്ല, ഒരു വീഡിയോസ് എടുക്കുന്നില്ല, പുറത്തും അധികം പോകുന്നില്ല, കണ്ടൻറ്റുകളൊന്നും ഇല്ല. ശരി, വീഡിയോ എടുക്കാമെന്ന് കണ്ടു. ഫോൺ ഹെറ്റ് കിട്ടുന്ന ഇറങ്ങണം നോക്ക്. പരത്തി വയ്ക്കുകയാണെങ്കിൽ എടുക്കേണ്ടി വരും. എൻ്റെ കയ്യിൽ ഭൂരി മേക്കർ അങ്ങനെയൊന്നുമില്ല. പണ്ടുണ്ടായിരുന്നു, ചെന്നൈയിൽ ഇരുന്നപ്പോൾ ഉണ്ടായിരുന്നു. അതെല്ലാം പഴയ സാധനങ്ങൾ കൊടുത്ത സമയത്ത് അതും കൂടെ ചേർത്തങ്ങ് കൊടുത്തു. കുഴപ്പമില്ല. ഇപ്പോൾ കൂട്ടാനെ വെച്ചിട്ട് അവക്കുള്ള കാര്യങ്ങൾ ആദ്യം ആക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സാവധാനത്തിൽ ചെയ്താലും മതിയല്ലോ. ആ ഒരു ധൈര്യത്തിലാണ് ഞാൻ നിൽക്കുന്നത്. ഉപ്പിട്ടില്ലല്ലോ അതിന്. കുറച്ച് മഞ്ഞപ്പൊടി ഇടുന്നത്. ഈ ഉരുളക്കിഴങ്ങിൻ്റെ തോലിളക്കിയതിന് ശേഷം ഇട്ടാലും മതി. കുറച്ച് വലിയ ഭൂരിയായിട്ട് ആണെങ്കിൽ അത് ഏതെങ്കിലും പാത്രത്തിൻ്റെ അടപ്പ് വെച്ച് ഒന്ന് കട്ട് ചെയ്തെടുത്താൽ ഷേപ്പ് കിട്ടും. പക്ഷെ അതിന് സമയങ്ങളില്ല ഇവിടെ. ചപ്പാത്തി പരത്താൻ ഒരു ട്രിക്ക് ഞാൻ പറയുക. ചപ്പാത്തിയോ ശരി പൂരിയോ കുറച്ച് പരത്താൻ ഞാനൊക്കെ ആദ്യം ഗോതമ്പ് മാവാണ് എടുത്തുകൊണ്ടിരുന്നത്. പക്ഷെ പിന്നെയാണ് മനസ്സിലാക്കി ഗോതമ്പ് മാവിനേക്കാളും നല്ലത് കോൺഫ്ലവർ മാവില്ലേ, ചോളമാവ്, അത് നന്നായിരിക്കും കേട്ടോ. ചപ്പാത്തി ആണെങ്കിൽ കല്ല് ചീത്താവില്ല. അല്ലെങ്കിൽ കല്ലിലിങ്ങനെ തുരുതുരായിട്ട് ഇങ്ങനെ ബ്ലാക്ക് കളർ മാവ് ഇങ്ങനെ കരിഞ്ഞ് വന്ന് വീഴുന്നോണ്ടിരിക്കും. ഇത് അങ്ങനെ ആവില്ല പെട്ടെന്ന്. ഭൂരിക്കും അങ്ങനെ തന്നെയാണ്. മാവ് ഒന്നിനോടൊന്നും അങ്ങനെ നമ്മൾ പരത്തിയിടുമ്പോൾ ഒട്ടൂല അത്. ഞാൻ ഒരു 2-3 വർഷം കൊണ്ട് ചോളമാവ് തന്നെയാണ് ഉപയോഗിക്കുന്നത്, പരത്താൻ മാത്രം. എന്താ പറയുക, ഇവർക്ക് അറിയാമായിരിക്കും. ഇത് ഒരാൾ പരത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരാൾ ചുട്ടെടുത്തോണ്ടിരുന്നാൽ പെട്ടെന്നാവും. ഇതാനും ഹെൽപ്പ് ചെയ്യുമല്ലോടാ. കുറച്ച് അവള് പോണവരേക്കും, സ്കൂളിൽ പോണവരേക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ പെട്ടെന്ന് ചെയ്യാം. അതൊക്കെ അങ്ങനെയല്ല, നിനക്ക് പഠിക്കണ്ടേ, ഹെൽപ്പ് ചെയ്യൂടാ. എന്നാ ആരില്ലാന്ന് പറഞ്ഞു. വിഷ്ണു വേഗം വെള്ളം കൂടി. വിഷ്ണു എത്ര നേരമായി വിഷ്ണു? നോക്കൂ, നിനക്ക് ഒരു 15 മിനിറ്റിൽ ഇവിടെ നടന്നോടാ. പ്ലീസ് കുറച്ച് വേഗം എന്ത് ഹെൽപ്പ് ചെയ്യും. അങ്ങനെ വേണ്ടെന്ന് പറയാൻ പാടില്ല. എന്നും കുടിക്കണല്ലേ ഇവർക്ക്. ഇത് കുടിക്കാൻ ഭയങ്കര പാടാണ്. ഒരു ഗ്ലാസ് ഹെൽത്ത് മിക്സിന് 1/2 മണിക്കൂറായിട്ട് ഇല്ലെങ്കിൽ നല്ല സ്മാഷ് ചെയ്യുക. അതല്ലേ ഞാൻ പറഞ്ഞത്. ഞാനും ആവശ്യം ഡോക്യുമെന്റ് ചെയ്യണം. എത്ര പ്രാവശ്യം പറയണം? എടാ അത് കൈ കൊണ്ട് ഇങ്ങനെ നല്ലതായിട്ട് ഇങ്ങനെ സ്മാഷ് ചെയ്ത്. ഇത് ചുടാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ കൂട്ടാൻ്റെ കാര്യം കഷ്ടം. അതാണ് പെട്ടെന്നൊന്ന് സ്മാഷ് ചെയ്ത് അതിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് ഇടാമല്ലോ. തല കെട്ടിയില്ല, കോട്ട് ഇട്ടില്ല. എന്ത് വേണം നിനക്ക്?
പക്ഷേ നിനക്ക് എന്ത് വേണം? ഞാൻ ഒഴിച്ചാ എന്താ അത് വേണ്ട, അത് കഴിയണം. ഞാൻ ഇനി അടുത്തിട്ട് ചെയ്തോളാം. മാക്സിമം എന്നെ കൊണ്ടാവും നമ്മൾ ചെയ്ത. വിഷ്ണു കൊള്ളാമോ? ഓ ശരിക്കും നല്ല വെയിലല്ലടാ. രാവിലെ ഇവിടുത്തെ വെയിൽ കണ്ട. എങ്ങനെയില്ല, കറക്റ്റാ തന്നെ പിടിച്ചിരിക്കണ. അത് എന്തായാലും കുഴപ്പമില്ല. നീ കഴിക്കേ. പൂരി അതിൻ്റെ കറി കൊള്ളാമോ? ഒന്നും കാണുന്നില്ലടാ ക്യാമറയിൽ. എല്ലാം ഇങ്ങോട്ട് ഫ്ലാഷ് അടിച്ച്. ഇപ്പോഴാണ് അതിൻ്റെ കളറൊക്കെ കാണുന്നത്. നിങ്ങൾ നോക്കണ്ട. ഇത് ചന്തോയ ബോരിയോ എൻ്റെ കൂട്ടാൻ. ഇതിൻ്റെ സൺലൈറ്റിലൊന്നും കാണുന്നില്ല. ഭംഗിയുണ്ട. ശരി എടി, നീ കളിച്ചോണ്ടിരിക്കാതെ വിഷ്ണു. വേഗം തല കെട്ടിയില്ല മക്കളെ, വേഗം. വേഗം കഴിക്കും വിഷ്ണു. അവൾക്ക് തലയൊക്കെ കെട്ടിക്കൊടുക്കുന്ന പരിപാടിയൊക്കെ ലാസ്റ്റ്, അവൾ ആഹാരം വല്ലതും കഴിച്ചതിന് ശേഷം തന്നെയാണ്. പിന്നെ എന്നും അവൾ മോർണിംഗ് തല കുളിക്കാറില്ല, മേല് മാത്രം തന്നെ കഴുകിയിട്ട് പോകാറുള്ളൂ. കാരണം അവർക്ക് പോണിറ്റെയിലാണ് കിട്ടേണ്ടത്. ഇപ്പോൾ തലമുടി പെട്ടെന്നൊന്നും ഉണങ്ങില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് വൈകുന്നേരം വന്നിട്ടാണ് അവൾ തല കുളിക്കുക. അതാണ് പതിവ്. ഒരു 6 മണിക്കൊക്കെ എണീക്കുകയാണെങ്കിൽ ഉടനെ അങ്ങ് കുളിപ്പിച്ചങ്ങ് വിടും. ചിലപ്പോൾ അവൾ 6:30 ഒക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ പ്രയാസമാണ്. എന്നും ഒരുപോലെ ഇരിക്കില്ല. അവൾക്ക് തന്നെ റെഡിയാവാനൊക്കെ അറിയാം, തലയെല്ലാം കെട്ടാനറിയാം. പക്ഷേ എല്ലാം ലേറ്റാവും. അത് കാരണം അതൊക്കെ വഴക്ക് പറഞ്ഞ് ഞാൻ തന്നെയാണ് എല്ലാം ചെയ്തു കൊടുക്കാറുള്ളത്. കയറിക്കോ നീ വണ്ടി ടേൺ ചെയ്തിട്ട് കയറിയാലും മതി. സിംബയെ നോക്കപ്പാ. ശരി, ഓക്കെ, ബൈ വിഷ്ണു. എൻ്റെ സിംബക്കുട്ടി, ഷിംബക്കുട്ടി, എന്താടാ അവര് പോയി? നിനക്കൊന്നും തന്നില്ല ആഹാരം, നിനക്ക് ഇനി വേണേ തരാം. ബാ ചക്കര, വയറ് വിശന്നിരിക്കണടാ. ആ പുല്ലിലൊക്കെ കിടന്ന് എൻ്റെ ദേഹമൊക്കെ നല്ല തണുപ്പ്. ഞാൻ വരണ, നിനക്ക് വല്ലതും കൊണ്ടുവരട്ടാ കഴിക്കാൻ? എടി കഴുത്ത് നോവടി. ചോദിച്ചേ വരണ, ഞാൻ വരണ. ദാ വരാം, നില്ല്. അയ്യേ കാലക്കഴുക്ക്, അയ്യേ ഇതെന്തോന്ന്? മണ്ണ് അവിടുത്തെ മണ്ണ്, ആ ചെടിയുടെ മണ്ണ് അത്രയും തോണ്ടി. ഓ മര്യാദക്ക് ഇരി, ഞാൻ ഇപ്പം കൊണ്ടുവരാം എൻ്റെ ഫുഡ്. മര്യാദക്ക് ഇരി, ഇപ്പം കൊണ്ടുവരാം ഞാൻ. അയ്യേ ഒന്നും കടിക്കല്ലേ സിംബ. എന്തടാ
രാവിലെ എല്ലാം കഴിഞ്ഞാണ് എൻ്റെ പരിപാടികളൊക്കെ. രാവിലെ പരിപാടികൾ കഴിഞ്ഞെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് എടുക്കാം. നില്ല ഒരു മിനിറ്റ്. എല്ലാം കഴിഞ്ഞെന്ന് തോന്നുന്നു. ബാ ഷേക്ക് ഹാൻഡ്. കൈ മാത്രം ഉണ്ടാ, കൈ മാത്രം. എനിക്കിപ്പം തന്നെ അയ്യോ കൈയൊക്കെ കഴിവണം അല്ലടാ ദൈവമേ. ഇതിനിങ്ങനെ നോക്കണേ. ഒന്നുമില്ല എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒന്നുമില്ല. എടുത്തോണ്ട് വരാന്നില്ലേ. ഇതാ പറഞ്ഞ. അയ്യോ പാവ സിംബ തനിച്ചേർന്നിട്ട്. ശരി, ഇനി അവനുള്ള ഫുഡ് എടുക്കണം. എൻ്റെ ഒരു ജോലി ആയിട്ടില്ല. രാവിലെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ ആയിട്ടുള്ളൂ. അതും നമ്മളത് എനിക്കും തന്നുവിനുള്ളതൊന്നും ആയിട്ടില്ല. അവളത് മാത്രം അങ്ങനെ ചെയ്തു കൊടുത്തു. ഇനി വേണം ലഞ്ചിനുള്ളതൊക്കെ റെഡി ചെയ്യാൻ. പിന്നെ പക്ഷെ ഇതിൻ്റെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നേരം പോണതറിയില്ല. കഴിച്ചിട്ട് അവൾ എന്ത് ചെയ്യണമെന്ന് അവനാണ് വരണത്. അവൾ എന്ത് ചെയ്യണമെന്ന് എന്താ അവിടുത്തെ മണ്ണിനെ തോണ്ടി ഇതൊക്കെയോ ചെയ്യണ. ശരി, നമ്മളെ വീട്ടിൽ ഇപ്പോൾ ആ മരങ്ങളൊന്നും ഇല്ല കേട്ടോ. ഈ സൈഡിലും ഇല്ല, അതാ എൻ്റെ ബാക്കിലില്ലേ. ഇവിടെയും മരങ്ങളൊന്നും അങ്ങനെ ഇല്ല, ദൂരെയുള്ള മരങ്ങളാണ്. ഇവിടെ കുറച്ച് റബ്ബറൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അതൊക്കെ വെട്ടിയിട്ട് ഇപ്പോൾ ഒരു വാഴ നട്ടു. ഇപ്പം ഇവിടെ ഫ്രണ്ടിൽ കാണിച്ചു തരാം. ഭയങ്കര വെയിലുണ്ടാ, ഒരു മരവും ഇല്ല. തുണികളൊക്കെ നമ്മളിങ്ങനെ ഉണങ്ങാനിടുകയാണെങ്കിൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടും. ഫുൾ വെയിലങ്ങനെ അടിക്കുകയാണ്. നിങ്ങൾക്കിത് വീഡിയോയിൽ കൂടെ അറിയണമെന്നുണ്ടോയെന്ന് അറിയില്ല എനിക്ക്. പിന്നെ എൻ്റെ ഒരു മാവുണ്ട് ഇവിടെ. മാവ് ഇത്രയും ചോലയിൽ വളരാതെ നിന്ന മാവ് ഇപ്പോൾ കുറച്ച് സ്ട്രെയിറ്റായിട്ട് വളരാൻ തുടങ്ങി കേട്ടോ. ആദ്യമൊക്കെ ഞാൻ കെട്ടിയൊക്കെ വെച്ചിരുന്നു, പക്ഷെ ഇപ്പോൾ അത് കുറച്ച് സ്ട്രെയിറ്റായിട്ട്. കാരണം എൻ്റെ ഗപ്പിക്കുട്ടികളെന്തോ ആയി. കുറേ ഗപ്പീസ് ഉണ്ട് കേട്ടോ. ഫുഡ് ഇട്ടില്ല, വെള്ളം നിറയെ. ഇപ്പം 2-3 ദിവസം കൊണ്ട് നല്ല മഴയാണ്. അത് കാരണം അങ്ങ് താന്ന് കിടന്ന വെള്ളം ഇപ്പം കുറച്ച് പൊങ്ങിയിട്ടുണ്ട്. നിറയെ ഒത്തിരി ഉണ്ട് കേട്ടോ ഗപ്പീസ്. കുറേ ദിവസം കൊണ്ട് വിചാരിക്കുകയാണ് ഇതിൽ ഒരു 10 ജോഡിയെങ്കിലും കൊണ്ടുകൊടുത്ത് വിൽക്കണമെന്ന് വിചാരിക്കുകയാണ്. കടയിൽ പറഞ്ഞിട്ടുണ്ട് കൊണ്ടുതരാൻ. നമ്മൾ വാങ്ങിക്കുമ്പോൾ ഒരു ജോഡി 80 രൂപയാണ് കേട്ടോ. പക്ഷെ നമ്മളെ നിന്ന് വാങ്ങിക്കുമ്പോൾ ഒരു 30 രൂപയെ വാങ്ങിക്കുകയുള്ളൂ. അങ്ങനെ ഒരു ബിസിനസ് ചെയ്യണം, ഗപ്പി ബിസിനസ്. ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ അതിൽ പറഞ്ഞില്ലേ, ടാങ്ക് ക്ലീനിങ്ങിൽ ഗപ്പി ബിസിനസ് ചെയ്ത് കോടീശ്വരായ ഫാമിലി എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഒരു പോപ്പുലർ ആവാൻ ചാൻസ് ഉണ്ടല്ലേ. കാരണം അത്രയ്ക്കാണ് ഇത് പെറ്റ് പെരുകണത്. ശരി, അപ്പം അങ്ങനെ എനിക്കിവിടെ ധനു വന്നു. ഇത്ര തന്നെ തൊട്ടടുത്ത് തന്നെയാണ്. ഒരു അടുത്ത് കൊണ്ട് വിടണം നമ്മൾ. ആ സമയം വാന് വരും. വന്നു. എടാ അതിന് ഫുഡ് കൊടുത്തില്ലടാ കണ്ണാ. ധനുവേ ഫുഡ് കൊടുക്ക്. ഫുഡ് ഇടണം. ഫുഡ് ഇട്ടിട്ട് കുറച്ച് നേരം അതിനെ അഴിച്ചു വിടുക. അത് ഫ്രീ ആയിട്ട് ഓടിട്ട്. അത് ചുമ്മാ കെട്ടിയിട്ട് എൻ്റെ മാറ്റിലൊക്കെ ചുമ്മാ അത് യൂറിൻ പാസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ജോലിയാവും എന്ന് പറഞ്ഞത് കാരണം ഞാനിപ്പം സിംബയെ കെട്ടിയിട്ട് തന്നെ നമുക്ക് സമയമുള്ള സമയത്ത് നമ്മൾ അതിൻ്റെ കൂടെ കുറച്ച് നേരം കളിക്കും. അതായത് വൈകുന്നേരം ഞാൻ മേല് കഴുകുന്നതിന് മുമ്പ്, വിളക്ക് കത്തിക്കുന്നതിന് മേല് കഴുകുന്നതിന് മുമ്പ് കുറച്ച് നേരം, കാരണം ദേഹത്തൊക്കെ വന്ന് പിടിച്ചാലും ഒന്നും കുഴപ്പമില്ലല്ലോ, ഒന്ന് കഴുകാമല്ലോ നമുക്ക് എന്നുള്ളില്ല. അല്ലാതെ ഞാൻ എപ്പോഴും അതിൻ്റെ അടുത്ത് പോകാറില്ല. എൻ്റെ പുറത്തിങ്ങനെ ചാടി കയറും. അത് ഇഷ്ടമാണ്, പക്ഷേ എനിക്ക് എപ്പോഴും അത് കഴുകിക്കൊണ്ടിരിക്കാനൊന്നുള്ള സമയങ്ങളില്ല. അത് കാരണം ഞാൻ ഒരു ഡിസ്റ്റൻസിൽ അങ്ങനെ കീപ്പ് ചെയ്ത് വെച്ചൊക്കെയാണ്. അതിൻ്റെ കളികളും കുസൃതികളൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ വളരെ ഇഷ്ടമാണ്. അതിനിതുവരെ കൂട് നമ്മൾ റെഡി ചെയ്തില്ല കേട്ടോ. കാരണം ഒരു ഡയലോമേൽ ഇരിക്കുകയാണ്, കൊടുക്കണോ ആർക്കെങ്കിലും, നന്നായിട്ട് നോക്കുന്ന ആൾക്കാർക്ക് കൊടുക്കണോ വേണ്ടയോ. പക്ഷേ ഇങ്ങനെ വളരെ വളരെ നമുക്ക് ആ ഒരു സ്നേഹം കിട്ടുമ്പോൾ കൊടുക്കാനും മനസ്സ് വരണില്ല. എനിക്കതിൻ്റെ യൂറിൻ സ്മെല്ല്, നമ്മൾ വീട്ടിൽ ആരെങ്കിലും വന്ന് കയറുമ്പം സ്മെല്ലടിക്കാതിരിക്കാൻ വേണ്ടി ഞാനത് എപ്പോഴും ഡെയിലി മോർണിംഗ് ആൻഡ് ഈവനിങ് എന്തെങ്കിലും ഈ ജവ്വാദിൻ്റെയൊക്കെ ചെറിയ ഇത് കാണുമല്ലോ, എസൻസൊക്കെ, അപ്പോൾ അതിനെ വെള്ളത്തിലിട്ടിങ്ങനെ കഴുകി, എനിക്കെന്നും അത് കഴുകാണ് എൻ്റെ ജോലി. അപ്പോൾ എനിക്ക് ഡബിൾ ജോലിയാണ് ഇവിടെ സിംബ കുട്ടി വന്ന ശേഷം. പക്ഷെ ആഗ്രഹമുണ്ട് നന്നായിട്ട് നോക്കണമെന്ന്. ഈ ഒരു പ്രശ്നം മാത്രം. അത് ടൂട്ടോയിലിട്ടൊന്നും അവിടെ പോകാറില്ല. പെട്ടെന്ന് ആരെങ്കിലും വന്ന് കയറിയ ആ ഒരു സ്മെല്ല്, നമ്മൾ ഫ്രണ്ടിൽ ഇങ്ങനെ വന്ന് കയറാൻ പാടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അതിന് വേണ്ടി കെയർ ചെയ്യേണ്ടത് എനിക്കൊരു ജോലിയായിപ്പോയി. പക്ഷേ എന്നാലും പിള്ളേരെ നമ്മൾ വളർത്തുന്നില്ലേ, അപ്പോൾ അതുപോലെ അങ്ങനെയല്ലേ
അതുപോലെ വിചാരിച്ച് ഞാൻ ശരി വളർത്താമെന്ന് വിചാരിച്ചു. അപ്പോൾ ചേട്ടൻ എനിക്കൊരു സമയം തന്നൊക്കെയാണ് കൂട് കെട്ടണമെങ്കിൽ. കാരണം ഇതിന് മുമ്പ് ഞാൻ അപ്പം ഒരു 2 years ബാക്ക് കോഴി വളർത്തി കേട്ടോ. വലുതായിട്ട് കോഴി വളർത്തി, വലിയ കൂടൊക്കെ കെട്ടി. എനിക്കൊരു 1.5 ലക്ഷമൊക്കെ ചിലവായി കേട്ടോ. അങ്ങനെ ഒരു അതായത് അന്ന് എനിക്ക് കൊറോണ സമയത്ത് ഭയങ്കര ഇഷ്ടപ്പെട്ട്, അത് 2 വർഷമല്ല കേട്ടോ, കുറച്ച് 3 വർഷത്തിന് മുമ്പ് ഞാൻ സ്റ്റോപ്പ് ചെയ്തു. 2 വർഷത്തിന് മുമ്പ് ഞാൻ പരിപാടി സ്റ്റോപ്പ് ചെയ്തു. അതായത് കൊറോണ കഴിഞ്ഞ് നമ്മളിങ്ങനെ നാട്ടിലോട്ട് വന്നപ്പോൾ, കൊറോണ ലോക്ക്ഡൗൺ കഴിഞ്ഞ് നമ്മൾ നാട്ടിലിവിടെ വന്നപ്പോൾ എനിക്ക് ചുമ്മാ വെറുതെ ഇരിക്കണത് കുറച്ചൊരു 8 സെൻറ്റ് തറ ഉണ്ടായിരുന്നു. അതിലിങ്ങനെ വെറുതെ കിടക്കുന്നത് ഒരു കോഴി ഫാം പോലെ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് ചേട്ടനെ ഇരിക്കാൻ സമ്മതിക്കാതെ ഞാൻ എന്ത് ചെയ്തു, കോഴി ബിസിനസ് ചെയ്തു. കൂട് കെട്ടി, കുറേ കോഴികളെയൊക്കെ വാങ്ങി, ഇൻക്യുബേറ്റർ വാങ്ങി, ഒരു 8000 രൂപയുടെ ഇൻക്യുബേറ്ററൊക്കെ വാങ്ങി, എല്ലാം ചെയ്തു. പക്ഷെ എന്ത് ചെയ്യാം, എനിക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. ചില പേഴ്സണൽ കാര്യങ്ങൾ കാരണം ഇവിടെ നിൽക്കാൻ പറ്റില്ല. ഞാൻ പിന്നെ അങ്ങ് ചെന്നൈയിൽ പോകേണ്ടി വന്നു. അങ്ങനെയൊക്കെ ആയപ്പോൾ പറ്റിയില്ല. ഇപ്പോഴും എനിക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം ഞങ്ങളുടെ വീട് ഇവിടെ ഇരിക്കുന്നു, അത് അമ്മയുടെ വീടിൻ്റെ തൊട്ടടുത്ത് അവിടെയാണ്. അപ്പോൾ എനിക്ക് അവിടെ നിന്ന് എന്നും പോയി നോക്കാനുള്ള, അത് നമ്മൾ വിചാരിക്കും, പക്ഷേ സാധ്യമല്ല. എന്നും അമ്മയെ അച്ഛനെയും കാണാൻ പോകാനേ സാധിക്കുന്നില്ല. അടുത്തിവിടെ 4 kilometers ദൂരേ ഉള്ളൂ. എന്നാലും ഞാൻ വീഡിയോവും അതിൻ്റെ എഡിറ്റിങ്ങും പിന്നെ വീട്ടിൻ്റെ ക്ലീനിങ്ങും മോളുടെ പഠിത്തവും, അങ്ങനെ മോളെ ഒന്ന് പഠിപ്പിക്കുന്ന ഒരു വലിയൊരു ടാസ്ക്കാണ്. മോളെ പഠിപ്പിക്കുന്നത്, അവൾ പഠിക്കും, പക്ഷെ ഞാൻ കൂടെ ഇരിക്കണം. അപ്പം അങ്ങനെ എൻ്റെ കുറേ സമയം പോകും. അത് കാരണം എനിക്ക് അങ്ങനെ ഒരു ബിസിനസ്, പിന്നെ ഇപ്പോൾ വെറുതെ കിടക്കുകയാണ്. 1.5 ലക്ഷം രൂപ കൂട് കെട്ടിയിട്ട് വെറുതെ കിടക്കുകയാണ്. ആർക്കെങ്കിലും അതിൽ കോഴി വളർത്തണം എന്ന് ആഗ്രഹമുള്ളവർ എന്തെങ്കിലും നമുക്ക് കൊടുക്കാമെന്ന് വെച്ചാൽ അതിനും അങ്ങനെ ആരും വന്നില്ല. അതങ്ങനെ കിടക്കുകയാണ് ആ തറ, കോഴിയുടെ കൂടും കാര്യങ്ങളും. ഇനി വർത്തമാനം പറഞ്ഞിട്ടൊന്നും ശരിയാവില്ല. ഞാൻ അടുക്കള പണിയിലേക്ക് പോട്ടെ, കൈ കഴുകണം. കുറേ നേരം കൊണ്ട് ഇടത് കയ്യിലിങ്ങനെ ഫോൺ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ കൈ കഴുകണം. കയ്യിൽ വേറെ ഒന്നുമില്ല, അത് മണ്ണ് കേട്ടോ, ചെളിയായി കുറച്ച്. ആ പുല്ലിൽ അങ്ങനെയാണ് കിടന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും ഞാനിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. എനിക്ക് ഒത്തിരി ജോലികളുണ്ട്. നോക്കട്ടെ, ഞാൻ പറ്റുമെങ്കിൽ വീഡിയോ അടുത്ത ഉച്ചയ്ക്കുള്ള മേളങ്ങൾ ഒന്നും തിങ്ക് ചെയ്തിട്ടില്ല. എന്തെങ്കിലും ചെയ്യാതെ അങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നോക്കാം. ചില സമയങ്ങളിൽ ഇവിടെ ഡേ ടൈമിൽ മഴയൊക്കെ ആയത് കാരണം കറണ്ട് പോകാൻ ചാൻസ് ഉണ്ട്. കറണ്ട് പോയി കഴിഞ്ഞാൽ അവിടെ ക്ലാരിറ്റി ഒന്നും കാണില്ല. അപ്പോൾ അതും ഒരു പ്രശ്നമാണ്. നോക്കട്ടെ, പറ്റിയെങ്കിലും എടുക്കാം. ഞാൻ പറഞ്ഞില്ലേ ഉച്ചയ്ക്ക് വെക്കുന്നതെല്ലാം ഒന്നും കാണിക്കാൻ പറ്റില്ല, പക്ഷേ എങ്കിലും ഞാൻ ഒന്ന് പറയാം, ഒന്ന് കാണിച്ചു തരാം. ഇത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പയർ തോരൻ വെച്ചു കേട്ടോ. ഞാൻ കുറച്ച് ജോലിയൊക്കെ ചെയ്തിട്ട് വന്ന് ഒരു 10 minutes മുമ്പാണ് പയറരിഞ്ഞ് തോരൻ വെച്ചു. പിന്നെ ഇന്നലത്തെ രസമുണ്ട്. വേറെ എന്തുണ്ട്, നല്ല മാങ്ങ ഉണ്ട്, മാങ്ങ അച്ചാറുണ്ട്. പിന്നെ നല്ല നെല്ലിക്കയുണ്ട് കേട്ടോ. ഈ നെല്ലിക്ക ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും വേണ്ട, നിങ്ങൾക്ക് കാണിച്ചത് ഞാൻ. സൂപ്പർ നെല്ലിക്ക കാണുന്നുണ്ടോയെന്നറിയില്ല. നല്ല നെല്ലിക്കയാണ് കേട്ടോ, വെള്ളത്തിലിട്ടത്. ഒരു മുളക് കാണിച്ചു കേട്ടോ. ചെറിയ ഇങ്ങനെ കുലുക്കിയിട്ടെടുക്കണ്ടല്ലോ. പച്ചമുളകും കുറച്ച് കാന്താരി മുളകും കൂടെ ഒക്കെ ഇട്ടിട്ട് ഇതിൽ അത് കാണുമ്പോഴേ വെള്ളം ഊർന്നു കേട്ടോ നാവിന്ന്. അപ്പം ഇതുണ്ടെങ്കിൽ നമുക്ക് വേറെ ഒന്നും വേണ്ട. അതാണ് ഇന്നലത്തെ രസമുള്ളത് കാരണം ഓക്കെ അത് മതി വെച്ചു. പക്ഷെ ഞാൻ ഇപ്പോൾ ഒരു സ്പെഷ്യലായിട്ടൊരു, എല്ലാവർക്കും അറിയാമായിരിക്കും, ഞാൻ സ്പെഷ്യൽ എന്ന് പറഞ്ഞാലും ഒരു മുട്ടക്കറി ചെയ്യാൻ വേണ്ട. വേഗത്തിൽ ഒരു മുട്ടക്കറി അതെങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ചോറ് ഒഴിച്ച് കഴിക്കാം. അതിനെന്ത് ചെയ്യണം വെച്ചാൽ ആദ്യം എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉലുവ, നമ്മൾ മീനൊക്കെ വെക്കില്ല അതുപോലെ കുറച്ച് ഉലുവ, നിറയെ വേണ്ട, മീനിൻ്റെ അത്ര ഉലുവ വേണ്ട. കുറച്ച് പെരിഞ്ചീരകം, കുറച്ച് പെരിഞ്ചീരകം, ചെറിയ ജീരകം വേണമെങ്കിൽ നമ്മുടെ ടേസ്റ്റ് മാറില്ല. പിന്നെ കുറച്ച് ഒരു ചെറിയ പീസ് ഇഞ്ചിയേക്കാളും കൂടുതൽ വേണം കേട്ടോ. ഈ വെളുത്തുള്ളി കുറച്ച് കൂടുതൽ വേണം. ചെറുതാവുന്ന കട്ട് ചെയ്തിടാം. നമുക്കിത് അരയ്ക്കാനുള്ളതാണ് കേട്ടോ. എന്നിട്ട് കുറച്ച് കറിവേപ്പില, അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ ഉള്ളി, ഒരു വലിയ ഉള്ളിയാണ്,
ഈ ഉള്ളി ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി. ഇത് 2 തക്കാളി. ഈ തക്കാളി വേണ്ടെങ്കിൽ വെറും പുളി ചേർത്താലും മതിയാവും കേട്ടോ. എനിക്ക് കുറച്ച് ഗ്രേവി കുറച്ച് കൂടുതൽ വേണമെന്ന് തോന്നി. അത് കാരണം ഞാൻ തക്കാളി 2 വലിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് വേണമെങ്കിൽ 1 തക്കാളി ഇട്ട് അല്പം പുളി കൂടെ ചേർക്കാം, ടേസ്റ്റ് ഒന്ന് മാറില്ല. ഇതിൻ്റെ കൂടെ ഞാൻ തക്കാളിയും കൂടി ഇട്ട് അങ്ങനെ വലിയ ഷേപ്പൊന്നും ഇല്ല, നോക്കേണ്ട ആവശ്യമില്ല. ഇത് അരയ്ക്കാനാണ് പോകുന്നത്. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പം പെട്ടെന്ന് വെന്ത് കിട്ടും. മതിയാവും. കുറച്ച് മല്ലിപ്പൊടി, മുളക് പൊടി വേണമെങ്കിൽ മുളക് പൊടി ഞാൻ ചേർക്കത്ത കാരണം, ഞാൻ അത് ഉപയോഗിക്കാറില്ല. ചേർക്കത്ത കാരണം ഈ മുളക് നമ്മൾ വാങ്ങിക്കുമ്പോൾ അതിൽ ചില മുളകിൽ ഒരു ഓറഞ്ച് കളർ കാണില്ലേ, അതിൻ്റെ ഫംഗസാണ്. അത് നമ്മുടെ ദേഹത്തിന് അത്ര നല്ലതല്ല, ക്യാൻസർ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അങ്ങനെ ഒത്തിരി ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കാരണമാണ് ഞങ്ങൾ ഉപയോഗിക്കാറില്ല. പക്ഷേ ഇപ്പം ഞങ്ങൾ കുറച്ച് ഇങ്ങനെ ചില കടകളിൽ പോയാൽ നുള്ളി പറക്കാൻ സമ്മതിക്കും, ചിലർ തിരഞ്ഞെടുക്കാനൊന്നും സമ്മതിക്കില്ല. അപ്പോൾ കുറേ കടകളിൽ പോയി കുറച്ചായിട്ട് ഞാൻ 100-200 അങ്ങനെ എടുത്ത് പൊടിച്ചെടുക്കുകയാണ്. ഞാൻ പെട്ടെന്ന് കാളി ചെയ്യുന്നത്, പെട്ടെന്ന് തന്നെ ഉപയോഗിക്കും. എങ്കിലും ഇവിടെ വീട്ടിലെ ചേട്ടൻ്റെ അഭിപ്രായം നമുക്ക് അതില്ലാതെ പച്ചമുളകും പെപ്പറും മാത്രം ഉപയോഗിക്കാം, അങ്ങനെയാണ് അത് മാക്സിമം അങ്ങനെയാണ് പോകുന്നത്. പിന്നെ ഞാൻ ഇപ്പോൾ ഇതിൽ കുറച്ച് ഞാൻ മുളക് പൊടി ഇടാൻ പോകുന്നുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി 2 സ്പൂൺ ചെറുതാണ്, 2 സ്പൂൺ മല്ലി. കാരണം മുട്ട ആയത് കാരണം കൂടുതലൊന്നും നമുക്ക് വേണ്ട. കുറച്ച് വെച്ചിട്ടുണ്ട്, കുറച്ച് ഓക്കെ. 1 സ്പൂൺ തന്നെയാണ്. പിന്നെ ഞാൻ എരിവ് കാണില്ലത്, അത് കാരണം 1 സ്പൂൺ പെപ്പർ കൂടെ ഇടാണ്. ഗരം മസാല വേണമെങ്കിൽ ഇടാം, ഞാൻ ഇപ്പോൾ ഇത് ചേർക്കുന്നില്ല. മീനിൻ്റെ ഒരു ടേസ്റ്റ് വരണ്ടേ, അതിന് വേണ്ടി ഞാൻ ഗരം മസാല ഇടുന്നുണ്ട്. അത് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ചപ്പാത്തിയിലേക്ക് കൂട്ടില്ലേ, അതിൻ്റെ ടേസ്റ്റ് വരും. ഇത്ര തന്നെയാണ്. സ്റ്റവ് ഓഫ് ചെയ്യാം. ഇത് തണുത്തിട്ട് നമുക്ക് അരച്ചെടുക്കണം. ഞങ്ങളുടെ അരച്ചിട്ടുണ്ട് കേട്ടോ, നന്നായിട്ട് അരച്ചെടുത്തു. അപ്പം ഇതേ പാത്രത്തിൽ തന്നെ നമുക്ക് കുറച്ചുകൂടെ എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിന് കടുക് പോലത്തെ സംഭവങ്ങൾ അങ്ങനെയൊന്നും ആവശ്യമില്ല, നമുക്കിത് അങ്ങനെ ഒഴിച്ചു കൊടുക്കാം ഈ എണ്ണയിൽ. കുറച്ച് വെള്ളം ആഡ് ചെയ്യാം. ചൂടുവെള്ളമാണ് ഇത്, കുടിവെള്ളമാണ് കേട്ടോ, നല്ല തണുത്ത കുടിവെള്ളം. ചൂടാക്കി വെള്ളം നിങ്ങളുടെ ആവശ്യത്തിന് ചേർക്കാൻ കേട്ടോ, എന്നാലും തീരെ കട്ടിയായാലും അങ്ങനെ നന്നായിരിക്കില്ല. അല്ലേ വേണം. ഇതിപ്പോൾ ഈ സമയം നമുക്ക് ഉപ്പും പുളിപ്പും എരിവും ഒക്കെ ഒന്ന് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാം.
മതി, എല്ലാം മതി. ഈ സമയം ഇപ്പോൾ ഇതിലേക്ക് മുട്ട ഉടച്ചൊഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 3 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എത്ര വേണോ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഉടച്ചൊഴിച്ചതിന് ശേഷം അത് ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. അത് അതിൽ അകത്തങ്ങനെ കിടന്നൊന്ന് വേകണം. മുട്ട ഇങ്ങനെ എടുക്കാം കേട്ടോ. നമുക്ക് ഒരാൾക്ക് ഇങ്ങനെ ഒരു പീസ് അങ്ങനെ ഇട്ട് കൊടുക്കാം. അടുത്തൊരാളിന് ഇവിടെ ഒരു പീസുണ്ട്. ഇത് 3ാമത്തെ മുട്ട. ഞാൻ കൂടുതലിട്ട് അതിനെ ഇളക്കി അതിനെ പൊട്ടിക്കുന്നില്ല. അത് സെർവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എടുക്കാം. ഇതിൻ്റെ പുറത്ത് വേണമെങ്കിൽ കുറച്ച് മല്ലിയിലയും കൂടെ അങ്ങനെ ഇട്ട് കൊടുക്കാം. ചപ്പാത്തിക്കും നന്നായിരിക്കും കേട്ടോ. ദോശ, ഇഡ്ഡലി, ചപ്പാത്തി ഇതിനൊക്കെ നന്നായിരിക്കും. ഞാൻ ഇന്നിപ്പോൾ അത് ചോറിനെടുക്കാൻ പോവാണ്. നിങ്ങൾക്കൊന്നറിയാമോ, നമ്മുടെ ടിഫിൻ ഉണ്ടാക്കാറുള്ള ചമ്മന്തിയൊക്കെ ഇല്ലേ, തേങ്ങാ ചമ്മന്തി, പിന്നെ പൊരികടല ചട്നി, എല്ലാം തക്കാളി ചട്നി, ഇതൊക്കെ ദോശയ്ക്കും ഇഡ്ഡലിക്കൊക്കെ എടുക്കുന്ന എല്ലാ ചട്നിയും ചോറിൻ്റെ കൂടെ ഇട്ട് കറി കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാൻ അതൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ചോറിൻ്റെ കൂടെ നമുക്ക് എന്തെങ്കിലും ഒഴിക്കണമെങ്കിൽ ഇതൊക്കെ ഉണ്ടെങ്കിലും വെച്ച് അഡ്ജസ്റ്റൊക്കെ ചെയ്യാം. അപ്പോൾ ഇന്ന് ഇത്ര തന്നെയാണ്. ഇത് റെഡിയായി. നമുക്ക് കുറച്ച് ലെങ്തി ആയെന്ന് തോന്നുന്നു കേട്ടോ ഈ വീഡിയോ. പിന്നീട് വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ ഫോർ നൗ.